ഹായ് സുഹൃത്തുക്കളെ, ജോസേട്ടൻ്റെ വീടിനുള്ളിലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പൂളുണ്ട്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു ആരാപ്പയ്മ. അതായത് വലിയൊരു മത്സ്യം, ശുദ്ധജല മത്സ്യത്തിലെ ഏറ്റവും വലുതാണെന്നാണ് പറയുന്നത്. അതിതാ ഇവിടെ വീടിൻ്റെ അകത്തൊരു ചെറിയൊരു പൂളുണ്ടാക്കിയിട്ടുണ്ട്. എത്ര വർഷം ഇവിടെ താമസിച്ചിട്ട്? ഇവിടെ 17 വർഷമായി. ഞാൻ ആ വീട്ടിൽ താമസത്തിന് വന്ന സമയത്ത് അത് നിരീക്ഷിച്ചിട്ടുണ്ട്. അവിടെ ഒരു പൂളുണ്ടാക്കിയിട്ട് അതിൽ അന്ന് നിങ്ങളിട്ടത് മത്സ്യത്തിന് രണ്ടെണ്ണത്തിന് ഇട്ടത്. ഓക്കെ, എത്ര മത്സ്യത്തിന് ഇതിൽ ഇവിടെ വളർത്തിയിട്ടുണ്ട്? കാലം 6 എണ്ണത്തിന്. ഇപ്പോൾ 2 ഇതടക്കണോ? ഉണ്ട്. അല്ല, അത് കൂടാണ്ട് 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഒന്നിൻ്റെ വില ഒന്നിൻ്റെ ചെറിയൊരു വില 25,000 റുപ്യാണ്. ചെറുത് ഒന്നിന് 25,000 അങ്ങനത്തെ 6 പോറ്റി. അത് കൂടെ അപ്പം 2 വരും. ഇപ്പം എട്ടാമത്തെ അതായത് ഒന്ന് 4 6 50 കിലോ 50 60 64 കിലോ വരെ ഉണ്ടായിരുന്നു. അന്ന് അതിന് ഒരു 5 ലക്ഷം റുപ്യ കിട്ടില്ലേ? കൊടുക്കാനൊക്കെ കിട്ടുമായിരുന്നു, പക്ഷെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോയിട്ട്. ഓക്കെ, എന്നാൽ അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ അവരൊന്നും ഇല്ല, അവരൊക്കെ മൺമറഞ്ഞു പോയി. അവരൊക്കെ പ്രായമായിട്ടല്ല, എൻ്റെ മുന്നേ അസുഖങ്ങളൊക്കെ വന്നിട്ട് 6 ആൾക്കാർ മരണപ്പെട്ടു. 6 ആൾക്കാരെന്ന് ഒരാൾക്ക് 5 ലക്ഷം രൂപ, 30 ലക്ഷത്തിൻ്റെ 30 ലക്ഷം പോയത്. പോട്ടെ, ഇനിയിപ്പോൾ 2 ആൾക്കാരെ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. എന്ത് വിലയുണ്ടാവും രണ്ടെണ്ണത്തിന്? ഒരെണ്ണത്തിന് 25 50,000 റുപ്യ. ചെറിയതിന് 50,000 റുപ്യക്ക് അതിന് മുമ്പ് കാണാം. അപ്പം കൂടാതെ മറ്റുള്ള വിശേഷങ്ങളും കാണാം. സുഹൃത്തുക്കളെ, ആരാപ്പയ്മ ചെറിയ ആൾക്കാരപ്പോൾ ഉള്ളതാ. ഇതാണ് വലിപ്പം വെച്ചിട്ട് 60 കിലോ വരെ വരിക. ഇതിൻ്റെ അകത്ത് ഇത് വെച്ചിട്ടില്ലേ, ഇത് ആമസോൺകാരനാണ്, ഇന്ത്യക്കാരനല്ല. ആമസോണിൽ തടാകങ്ങളിൽ ലോകത്തിലെ ശുദ്ധജല മത്സ്യത്തിലെ ഏറ്റവും വലുതാണത്. ഏറ്റവും വലുതാണ് ആരാപ്പയ്മ എന്ന് പറയുന്നത് മത്സ്യം. 650-700 കിലോ ആണ് ഇതിൻ്റെ അകത്ത് തൂക്കം. ശുദ്ധജല മത്സ്യത്തിലെ ഏറ്റവും വലുത് ആരാപ്പയ്മയാണ്. ഇതിൻ്റെ ഇറച്ചിക്ക് വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ പുറത്തുണ്ടാകുന്ന കട്ടി കൂടിയ ആവരണത്തിന് വേണ്ടിയില്ലേ? അതിൻ്റെ ചെതുമ്പൽ അതിൻ്റെ ചെതുമ്പലിന് വളരെ കളർഫുള്ളാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. അത് ആഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മീനിനേക്കാൾ വില വലിപ്പമുള്ള മീനിൻ്റെ ഇതിന് കിട്ടും. അതുകൊണ്ട് ആൾക്കാർ കണ്ടമാനം പിടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അത് ബാൻ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് മീൻ പിടുത്തം, അതുപോലെ ഇങ്ങോട്ട് വരവ് കുറവാണ്. ഇതല്ലാതെ ഇവിടെ ഒരു സ്ഥലത്തും ഇതുവരെ കുട്ടികളുണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ഒന്നെങ്കിൽ ആണ് അല്ലെ പെണ്ണ്, അങ്ങനെ ആക്കിയിട്ടാണ് അവർ മരുന്നിൽ ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് അവർ വിടുന്നത്. ഇവിടെ കുട്ടികൾ ഒരു സ്ഥലത്തും ഇന്ത്യയിൽ എവിടെയും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും വിദേശത്ത് നിന്ന് വരുന്നത്. ഇപ്പോൾ വിദേശത്ത് നിന്ന് വരവ് കുറവാണ്, ബാൻ ചെയ്തിരിക്കുന്നതാണ്. നമുക്കിവിടെ പോറ്റുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തില്ല. ഇതിൻ്റെ ഫുഡൊക്കെ എങ്ങനെയാണ് ജോസേട്ടാ? ഫുഡ് ഇതിന് മീൻ കൊടുത്തിട്ടാണ് പോറ്റണം. ഒന്ന് എത്ര വരെ കിലോ വരെ ഉണ്ടോ? 60-70 എത്ര കിലോ വരെ പോകും വലുതൊന്ന്? ഇവിടെ എനിക്ക് പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായത് 64 കിലോ ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ നേരത്തെ എനിക്കൊരു വീഡിയോ അയച്ചു തന്നില്ലേ? അത് ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നല്ലേ? ഇതിൻ്റെ തൊട്ട് മുമ്പിൽ. സുഹൃത്തുക്കളെ, അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ വീഡിയോൻ്റെ സൈഡിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അത് 60 കിലോ 70 കിലോ വലിപ്പം വെച്ച വലിയ മത്സ്യമാണ്. അതായത് ജോസേട്ട ഈ ഇതിലിറങ്ങിയിട്ട് അതിനെ ഇടക്കിടക്കൊന്ന് തൊട്ടുവീഴുന്നൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയട്ടെ. നല്ല ഇണക്കാണോ അവര്? ചിലപ്പം ചിലത് ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഇതിനകത്ത് ഇറങ്ങാൻ കഴിയില്ല. അതിൻ്റെ അത്ര ആരോഗ്യമുണ്ട് മീനിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ മീനിന് വെള്ളത്തിൽ 5 കിലോയുടെ ആരോഗ്യമുണ്ട് അതിന്. അപ്പോൾ നമ്മൾ ചൂണ്ടയിലൊരു ചെറിയ മീൻ കൊത്തിയിട്ടുണ്ട്, നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ മീനാണ് കൊത്തിയിരുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്ര ആരോഗ്യം ഇടുന്നുണ്ട്. അത് നമ്മൾ കാലിനൊരു ഇടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാല് ഒടിയാൻ ഉള്ള ആരോഗ്യമുണ്ട്. ഇത് ചെറുതായതുകൊണ്ടാണ്, വലുതായി കഴിയുമ്പോഴാണ് അതിൻ്റെ വിവരം അറിയുന്നത്. സൈഡ് നമ്മൾ ഈ മുകളിൽ നിന്നല്ലേ കാണുന്നത്, സൈഡ് മുഴുവൻ നല്ല കളർഫുള്ളാണ്, അടി ഗോൾഡൻ കളറാണ്. അതിൻ്റെ വാലിനൊരു പ്രത്യേകത ഉണ്ടോ? വാല് സാരിയുടെ മുന്താണി പോലെ ഇല്ലേ ഇതിൻ്റെ വാല്? അതെ. അങ്ങനെ ഉണ്ടാവും. അതിൻ്റെ വാല് നല്ല രസമുണ്ട് കാണാൻ. അത് പിന്നെ ഒരു ചെറിയ മീനിനെ വാഗ എന്ന് പറയുന്ന മീൻ, അത് നമ്മുടെ പുഴയിലും ഡാമിലൊക്കെ ഉണ്ടാകുന്നതാണ്. വലിയ വലുപ്പം വെക്കുന്നതാണ്. ചെറുമീനേക്കാളൊക്കെ ഏറ്റവും വലുപ്പം വെക്കും. ഞാൻ ആ കൂടുതൽ അതിനെ ഇഷ്ടമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ചാടാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതൊക്കെ ഭക്ഷണങ്ങളൊക്കെ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലേ കൊടുക്കുന്ന മത്തിയാണ് അധികം. ഒരു ദിവസം എത്ര കിലോ മത്തി വേണ്ടി വരും? ഇതിനിപ്പോൾ ചെറുതല്ലേ, മറ്റേനാകുമ്പോൾ 1 കിലോ മത്തി ഒരു ദിവസം വേണം. ഒരു ദിവസം അല്ലേ?
ഇതിപ്പം മാത്രമൊന്നും വേണ്ട, ഇത് എന്നാലും 1/2 കിലോ 2 വേണം. ഓക്കെ. സുഹൃത്തുക്കളെ, ഇതാണ് ജോസേട്ടൻ്റെ മറ്റൊരു ഹോബി. ചെറിയ മത്സ്യം പിന്നെ പൂളിൽ മത്സ്യങ്ങളൊക്കെ പോറ്റുന്നുണ്ട്. അതല്ല, ഇത് കൂടാതെ ഇങ്ങനത്തെ അലങ്കാര മത്സ്യമല്ല, അതൊക്കെ വില കൂടിയ ലക്ഷങ്ങൾ വില വരുന്ന മത്സ്യങ്ങളാണ്. വലിയ മത്സ്യത്തിനൊക്കെ 8, 10, 5 ഒക്കെ ലക്ഷങ്ങൾ വില വരുന്ന മത്സ്യത്തിനാണ് ഇവിടെ പിന്നെ പോറ്റുന്നത്. ഇടക്കിടക്കുന്ന ചത്തുകൊണ്ട് ഞാൻ പറഞ്ഞ 6 പോയി ഇപ്പോൾ അവരൊന്നിന് 5 ലക്ഷം വെച്ച് കൂട്ടിയാൽ തന്നെ 30 ലക്ഷം രൂപ അല്ലേ. അതെ. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ജോസേട്ടൻ്റെ മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വല്ലപ്പോഴും നമുക്ക് കാണാം. ഓക്കെ.